നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ദാനിയേലിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: എന്നാൽ ദാനിയേൽ ദാരിയാവേശിന്റെ വാഴ്ചയിലും പാർശ്യ രാജാവായ കോരശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. ദൈവത്തിന്റെ ദാസനാഗത ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു എന്ന് ഈ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം നാം പഠനവിധേയമാക്കുമ്പോൾ ദാനിയേൽ ശുഭപ്പെട്ടിരിക്കുവാനുള്ള ധാരാളം കാര്യങ്ങൾ 6-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും. അതിൽ ചിലത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ച് കഴിഞ്ഞല്ലോ. ഈ സന്ദേശത്തിലൂടെ ദാനിയേൽ ശുഭപ്പെട്ടിരിക്കുവാനുള്ള ഒരു കാരണം നിങ്ങളുമായിട്ട് പങ്കുവെപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 6-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നാം ഇപ്രകാരം കാണുന്നു: അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുന്നു: അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മൾ ഓർപ്പിക്കുന്നത് ദാനിയേൽ വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. നാം ചിന്തിക്കുന്ന ഈ വിഷയത്തോട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ദാനിയേൽ ശുഭപ്പെട്ടിരിക്കുവാനുള്ള കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു ദാനിയേൽ വിശ്വസ്തനായിരുന്നു എന്നുള്ളത്. ദാനിയേലിന്റെ പുസ്തകത്തിൽ ദാനിയേലിന്റെ വിശ്വസ്തയോടുള്ള ബന്ധത്തിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് ദർശിക്കുവാൻ കഴിയും. അതിൽ ചിലത് ഈ സന്ദേശത്തിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു: രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ലെന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്നും ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ദാനിയേൽ എടുക്കുന്നൊരു തീരുമാനമാണ് നമുക്ക് ഈ 8-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു. എന്തുകൊണ്ടാണ് ദാനിയേൽ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്? രാജസന്നിധിയിൽ ശുശ്രൂഷിക്കേണ്ടതിന് ധാരാളം പ്രിയമുള്ളവരെ ദാനിയേൽ രാജാവ് തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ദാനിയേലും ഒരംഗമായിരുന്നു. രാജാവ് നിശ്ചയിച്ചത് രാജാവിൻ്റെ ഭോജനവും രാജവീഞ്ഞും അവർക്ക് കൊടുത്ത് അവരെ രാജസന്നിധിയിൽ ശുശ്രൂഷിപ്പാൻ പ്രാപ്തിയുള്ളവരാക്കുക എന്നുള്ളതാണ്. എന്നാൽ ദാനിയേൽ ജീവിത വിശുദ്ധിയിൽ വിശ്വസ്തനായിരുന്നുകൊണ്ട് ദാനിയേൽ ഒരു തീരുമാനമെടുക്കുകയാണ്: രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല. ഈ തീരുമാനമെടുത്തിട്ട് ഷണ്ഡാധിപനോട് അപേക്ഷിക്കുകയാണ്: രാജാവിൻ്റെ ഭോജനവും രാജാവ് തരുന്ന വീഞ്ഞും എനിക്ക് വേണ്ട എന്നുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജീവിത വിശുദ്ധിയിൽ താൻ വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. ആകയാൽ പ്രിയമുള്ളവരെ, ജീവിത വിശുദ്ധിയിൽ ദാനിയേലിനെ പോലെ നമുക്കും വിശ്വസ്തരാകാൻ നമ്മ കഴിയുന്നിടത്തോളം നമുക്ക് പരിശ്രമിക്കാം. 2-ാമത്തെ കാര്യം, ദാനിയേലിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വർണ്ണബിംബത്തെ ഉയർത്തുവാനിടയായി തീർന്നു. എന്നിട്ട് രാജ്യം മുഴുവൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു: ഈ സ്വർണ്ണബിംബത്തെ എല്ലാവരും നമസ്കരിക്കണം. എന്നാൽ ദാനിയേൽ ആ നെബൂഖദ്നേസർ രാജാവ് ഉയർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുന്നതായിട്ട് വചനത്തിൽ കാണുന്നില്ല. എന്തുകൊണ്ടെന്നാൽ തനിക്ക് ലഭിച്ച പ്രമാണത്തിൽ താൻ വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. രാജാവ് ഉയർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുവാനോ അതിനെ വണങ്ങുവാനോ അതിനെ ആരാധിക്കുവാനോ ദാനിയേലിന് മനസ്സ് വന്നില്ല. കാരണം തനിക്ക് ലഭിക്കപ്പെട്ട പ്രമാണങ്ങൾക്കകത്ത് താൻ വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. ആകയാൽ പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കപ്പെട്ട പ്രമാണങ്ങൾക്കകത്ത്, ദൈവവചന സത്യങ്ങൾക്കകത്ത്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണങ്ങൾക്കകത്ത് ദാനിയേലിനെ പോലെ നമുക്കും വിശ്വസ്തരാകാൻ നമ്മളാൽ ആവുന്നിടത്തോളം നമുക്ക് ശ്രമിക്കാം. അങ്ങനെ നാം വിശ്വസ്തരായാൽ ദൈവം നമ്മുടെ വിശ്വസ്തതകളെ അംഗീകരിക്കുവാനും തുടർന്ന് നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികൾക്കകത്ത് ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും നമ്മോട് കൂടി ഇരിപ്പാനിടയായി തീരും. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ദാനിയേലിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് രാജ്യം സംബന്ധിച്ച കാര്യങ്ങളിലെല്ലാം താൻ വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. ഒരു പടിയും കൂടെ കടത്തി പറഞ്ഞാൽ, രാജ്യം സംബന്ധിച്ച് രാജാവ് തന്നെ ഭരമേൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും, തന്നെ ഭരമേൽപ്പിച്ച എല്ലാ കാര്യാദികളിലും താൻ വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, രാജ്യം സംബന്ധിച്ച കാര്യങ്ങളിൽ താൻ വിശ്വസ്തനായിരുന്നതിനാൽ രാജാവ് തന്നെ
ഉയർന്ന പദവിയിലേക്ക് നിയമിക്കുന്നതായിട്ട്, തിരഞ്ഞെടുക്കുന്നതായിട്ടെല്ലാം നമുക്ക് ആ വാക്യങ്ങൾക്കകത്ത് 6-ാമത്തെ അധ്യായത്തിൽ ദർശിക്കുവാൻ കഴിയും. ആകിയാൽ ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങളാകട്ടെ, മനുഷ്യർ നമ്മെ ഭരമേൽപ്പിക്കുന്ന കാര്യങ്ങളാകട്ടെ, അതിലെല്ലാം ദാനിയേലിനെ പോലെ വിശ്വസ്തരാകാൻ നമുക്ക് കഴിയട്ടെ. 6-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മറ്റൊരു കാര്യം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. പ്രാർത്ഥനയിൽ താൻ വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവത്തോട് ദാനിയേൽ പ്രാർത്ഥിക്കുന്നതായിട്ട് ആ 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ദാനിയേൽ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ വിശ്വസ്തനായിരുന്നു എന്ന് അവിടെ തെളിയപ്പെടുകയാണ്. ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക. തനിക്ക് വിരോധമായി രേഖ എഴുതിയപ്പോഴല്ല താൻ പ്രാർത്ഥിക്കുന്നത്. രേഖ എഴുതിയപ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്നു, എന്നാൽ താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആകയാൽ പ്രിയമുള്ളവരെ, ദാനിയേലിനെ പോലെ പ്രാർത്ഥനയിലും നമുക്ക് വിശ്വസ്തരാകാൻ നമുക്ക് ശ്രമിക്കാമല്ലോ. ഈ ദിവസങ്ങളിൽ ദാനിയേലിന്റെ വിശ്വസ്തത നമുക്കൊരു മാതൃകയാക്കി എടുക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മെ ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങളിലാകട്ടെ, മനുഷ്യർ നമ്മെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളിലാകട്ടെ, നാം സ്വയമേ ചെയ്യുന്ന കാര്യങ്ങളിലാകട്ടെ, ഏതെല്ലാം കാര്യങ്ങൾക്കകത്തും വിശ്വസ്തത കാത്തു സൂക്ഷിപ്പാൻ, ഒരു നല്ല വിശ്വസ്തയോടെ നിൽപ്പാൻ കർത്താവായ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ തരുമാറാകട്ടെ. ദാനിയേൽ വിശ്വസ്തനായിരുന്നുകൊണ്ട് ദൈവം അവനെ ഉയർത്തുക മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട എല്ലാ പ്രതിസന്ധികൾക്കകത്തും ദൈവം തനിക്ക് വേണ്ടി പ്രവർത്തിച്ചതായിട്ടും നമുക്ക് വേദപുസ്തകത്തിൻ്റെ അകത്ത് കാണുവാൻ കഴിയുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ദാനിയേലിന്റെ വിശ്വസ്തത നാം മാതൃകയാക്കി എടുത്തുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വസ്തത കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രയാണങ്ങൾ അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ ദൈവകൃപയോടെ നയിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് പറഞ്ഞ് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.